ഹലോ ഗായ്സ്, ഉറങ്ങാനൊരു സ്ഥലം കിട്ടി. ഏകദേശം ഒരു 5 മണിയാവാനായപ്പോ ആൾക്കാരൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ടായി. അപ്പൊ നമ്മള് ഇവിടെ മേലെ കയറി കിടന്നു. കുറച്ചേരം ഉറങ്ങി എണീച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു രാത്രി. ഇപ്പൊ വിശപ്പൊന്നുമില്ല. ഇനി 1 മണിക്കൂറും കൂടി കഴിഞ്ഞേ നമ്മള് ട്രെയിനിൽ നിന്ന് ഇറങ്ങും. നമുക്ക് എന്തേലും കഴിക്കണം. ഫോണ് ചാർജ് യലഹങ്ക പറഞ്ഞ സ്റ്റേഷനിലാണ് നമ്മള് ഇറങ്ങാൻ പോകുന്നത്. അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് ബസ് ഉള്ളത് സാറ്റലൈറ്റ് ബസ് സ്റ്റേഷനിലാണ്. അവിടുന്ന് ഒരു 2 മണിയൊക്കെ ആണ് അവിടുന്ന് ബസ് ഉള്ളത്. ഇതിന്റെ ഉള്ളിൽ പലതരം ആൾക്കാരുണ്ട്. എല്ലാരും കാണിച്ചു തരണം. പക്ഷെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചാലും ഓരൊക്കെ വിചാരിക്കുക എല്ലാരും ഇറങ്ങാൻ വേണ്ടി പറ്റുവാണ്. ഇതാക്കണം നമ്മളെ ബാഗ് അവിടെ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ യലഹങ്ക സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാക്കണോ സിന്റെ വലിയ ബാഗേജ് നടക്കണോ. യലഹങ്ക സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. യലഹങ്ക സ്റ്റേഷൻ കുഴപ്പമില്ലാത്തൊരു സ്റ്റേഷനാണ്. ഫസ്റ്റ് നമുക്ക് ഒന്ന് വാഷ്റൂം പോയി ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു കടയാണ്, ഒരു ടിഫിൻ സെന്റർ. നമ്മൾ പറഞ്ഞിട്ടുള്ളത് 2 ദോശയും പിന്നെ 2 വടയും. വന്നിട്ട് ഫുഡ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം. ഒരു എഗ് ദോശയും 2 വടയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എഗ് ദോശ വട പോരാ. ഫുഡിന് നമുക്ക് ഹൈദരാബാദ് തന്നെ എടുക്കും. ഫൈനലി ഒരു ഊബർ കിട്ടിയിട്ടുണ്ട്. നമ്മള് നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട് റോഡില്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് 2 മണിക്കാണ് ബസ് ഉള്ളത്. ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അതായത് എനിക്ക് ഇങ്ങനെ കുറേ വർത്തമാനം പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വെയ്ക്കണില്ല. അതായത് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഡെയിലി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈഫൊന്നും ആയിരുന്നില്ല നമ്മൾ ആക്ച്വലി ഉദ്ദേശിച്ചത്. അതായത് എനിക്ക് ആകെ ഒരൊറ്റ ലക്ഷ്യം, കറങ്ങാൻ പറ്റണം. ആ ഒരൊറ്റ ലക്ഷ്യവും. കറങ്ങിക്കാണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ എൻ്റെ മൈൻഡിൽ വന്നൊരു ചോയ്സാണ് യൂട്യൂബ്. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ കറങ്ങാൻ പറ്റണില്ലല്ലോ. യൂട്യൂബ് സ്റ്റാർട്ടാക്കി കറങ്ങാൻ പറ്റാതെ എങ്ങനെ ഞാൻ കറങ്ങണ വീഡിയോസ് ഇടും. ഡ്യൂട്ടിയൊക്കെ കാരണം എന്നും ഡ്യൂട്ടിയിലായിട്ട് ഇങ്ങനെ പോകും. പിന്നെ 10 ഡേയ്സ് ലീവ് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ പ്രാവശ്യം 10 ഡേയ്സ് ലീവ് കിട്ടുമ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണം എന്നേ നമ്മൾ ആഗ്രഹം. പക്ഷെ നാട്ടിലേക്ക് തന്നെ പോവാൻ പൂതിയായി. അപ്പൊ എന്തായാലും നമ്മൾ നാട്ടിൽ തന്നെ പോവാണ്. സോ എങ്ങനെങ്കിലും ഈ ഡെയിലി ജോബിന് പോണതിന് പകരം വേറെ എന്തെങ്കിലും വഴിയിലൂടെ ഒരു ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. വർക്ക്ഔട്ട് ആവണല്ലോ വല്ലാതെ. ഇത് ലൈഫിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യാന്നുള്ളത്. എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ളത് എനിക്കറിയില്ല. എന്തോ എനിക്കിങ്ങനെ തോന്നാം, ഇങ്ങനെ ഈ വെയിറ്റ് ചെയ്യും തോറും നടക്കാനുള്ള പോസിബിലിറ്റീസ് കുറഞ്ഞു വരികയാണ്. കുറെ സ്ഥലങ്ങൾ കണ്ടു തീർക്കാനുണ്ട്. ഇപ്പോഴേ അതിനൊക്കെ പറ്റുള്ളൂ എന്ന് ഇങ്ങനെ തോന്നാം.
ബട്ട് ഇപ്പോഴും അങ്ങനെ ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് എന്തെങ്കിലും വേണം. അങ്ങനെ ഒരു ബാക്കപ്പ് എന്നുള്ള നിലക്ക് നമ്മൾ ആക്ച്വലി യൂട്യൂബ് തുടങ്ങി. ബട്ട് യൂട്യൂബ് ഒരു ബാക്കപ്പ് ആയിട്ട് എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയിലുള്ള വീഡിയോസും കാര്യങ്ങളും അവിടെ നമ്മൾ ചെയ്യണത്. നമുക്ക് അതിനുള്ളൊരു ടൈം കിട്ടണില്ല. ഒരു 9-10 മണിക്കൂർ ഒരു ദിവസം നമ്മളത് സ്റ്റോറിൽ പോകും, 2 മണിക്കൂർ ജിമ്മിൽ പോകും. പിന്നെ ബാക്കിയുള്ള സമയം നമുക്ക് ആകെ ഫുഡ് ഉണ്ടാക്കാനോ ഉറങ്ങാനും ഇതിനൊക്കെ തന്നെ നേരം കിട്ടണോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആകെ ഒരു 1/2 മണിക്കൂറോ 1 hour എങ്ങാനും കിട്ടിയാലായി. അവിടുന്ന് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണ 1 hour ഒക്കെ ഒരു ദിവസം അത്രയൊക്കെ കിട്ടുള്ളൂ മാക്സ്. ആ ഒരു 1 hourന്റെ ഉള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും ക്രിയേറ്റീവ് ആവണം. നമ്മളത്ര ക്രിയേറ്റീവ് അല്ല. പരിചയമില്ലാത്തൊരു പണിയാണ് ഈ വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ചെയ്യലൊക്കെ. റെഡി ആവുന്നതൊരു ഹോപ്പുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മതിയായി ആഗ്രഹിച്ചാൽ അതിനുള്ള വഴി യൂണിവേഴ്സിനെ നമുക്ക് കൊണ്ടെത്തിക്കുന്നതാണല്ലോ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്താൽ അതാവും ഒന്നുകൂടി നന്നാവുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടന്റ്സ് കേട്ടിട്ട് വീഡിയോ ചെയ്താൽ മതി അപ്പൊ അതൊന്നും കൂടി റെഡി ആവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടോ? ഈ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റിംഗ് എന്നുള്ളതൊരു പുതിയൊരു പരിപാടിയാണ്. കൊറോണന്റെ സമയത്ത് എംബ്രോയിഡറി ചെയ്തൊക്കെ അത് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദ്യമായിട്ട് അവസാനമായിട്ട് നമുക്ക് ആകെ ഒറ്റ ലക്ഷ്യമാണ് എങ്ങനെങ്കിലും ഈ ഡെയിലി ഡ്യൂട്ടിക്ക് പോണ ഈ ഒരു സിസ്റ്റത്തൊക്കെ മാറിയിട്ട് വെറുതെ നടക്കാൻ പറ്റും. എല്ലാവരുടെയും ആഗ്രഹം അതൊക്കെ തന്നെ ആവൂലേ? അപ്പൊ സുമു പറഞ്ഞ പോലെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഇതൊരു റാറ്റ് റേസ് ആണ്. റാറ്റ് റേസ് പോലെ തന്നെ രാവിലെ നീച്ചണു, പണിക്ക് പോണു, എഗെയിൻ വരുന്നു, കടന്നുറങ്ങണു, നീച്ചണു, പണിക്ക് പോണു, റിപ്പീറ്റ് ഇതന്നെ റിപ്പീറ്റ്. ഇപ്പോ നമ്മൾ സമയം കൊടുത്തിട്ടാണ് അല്ലേ സുമു? നമ്മൾ സമയം കൊടുത്തിട്ടാണ് നമ്മള് ക്യാഷ് ഇങ്ങോട്ട് വരുന്നത്. നമ്മള് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്താൽ എല്ലാം നടക്കുകയും ഇനി നമ്മളെ ക്യാഷ് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നോക്കും. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. നമ്മളെ ക്യാഷ് നമുക്കായിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക. അതിനൊപ്പം നമ്മൾ ഇങ്ങനത്തെ കണ്ടന്റ് ക്രിയേഷൻ ഈ സമയത്തൊക്കെ ഈ 2025 ആയിട്ടും കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇപ്പൊ കണ്ടന്റ് ക്രിയേഷൻ ആണ് ഏറ്റവും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സാധനം. ഫേമസ് ഒന്നും ആവണ്ട, ജസ്റ്റ് 2-3 വീഡിയോ അങ്ങനെ ഇട്ട് പോവാ. ആഴ്ചയിൽ 2-3 വീഡിയോ ഇടുക. ജസ്റ്റ് ഇപ്പൊ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ആൾക്കാർ കാണുന്നതാണ്. ചെറിയ വ്യൂസ് കിട്ടിയാൽ തന്നെ മതി നമുക്കൊക്കെ. അപ്പൊ നമ്മള് വിചാരിച്ച പോലെ നമ്മളെ പ്ലാനിനനുസരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അച്ചീവ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ കൺസിസ്റ്റൻസി അതാണ് മെയിൻ. അതാണ് നമുക്ക് ഇല്ലാത്തത്. പക്ഷെ നമ്മൾ റെഡിയാവും. ഇനി നമ്മൾ അങ്ങോട്ട് റെഡിയാക്കാൻ നോക്കും ഇൻഷാ അല്ലാഹ്. അതൊക്കെ തന്നെ. അപ്പൊ ഈ സിസ്റ്റത്തിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മളെ പൈസ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം അല്ലേ? നമ്മളെ സമയം കൊടുത്തിട്ട് നമ്മളെ സമയത്തിനെ കൊന്നിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നത്. നമ്മളെ സമയം കൊടുത്തിട്ട് നമ്മളെ വിലപ്പെട്ട ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള സമയം കൊടുത്തിട്ട്. അപ്പോ ഇപ്പോ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ അത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മളെ മണി ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക, കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് അത് വർക്കൗട്ട് ആവുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഒഴിവാക്കിയിട്ട് ഈ സിസ്റ്റത്തിന് പുറത്തേടെ എസ്കേപ്പ് അടിക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നമ്മൾ ജീവിക്കുക. ഓക്കെ. കൃത്യം 2 മണിയായപ്പോൾ നമ്മൾ KSRTC ബസ്സിൽ കയറി. നല്ല അടിപൊളി വ്യൂകളും നല്ലൊരു സൺസെറ്റൊക്കെ ആസ്വദിച്ച് ഒരു 10:30 മണിയായപ്പോഴത്തേക്ക് നമ്മൾ പെരിന്തൽമണ്ണ, ഏകദേശം 11 മണിയായപ്പോൾ നമ്മൾ വീട്ടിലും എത്തി.